കഴിഞ്ഞ ദിവസം കാലത്ത് കുളിക്കാൻ കയറിയപ്പോൾ ടാപ്പിൽ വെള്ളം കുറവായിരുന്നു. അപ്പോൾ മോട്ടർ ഓൺ ആക്കിയിട്ട് കുളിക്കാൻ കയറി ടാപ്പ് ഓൺ ചെയ്ത് വെച്ചു. ഏകദേശം ഒരു 3/4 ബക്കറ്റ് വെള്ളം ആകുമ്പോഴേക്കും വെള്ളം തീർന്നു. 1-2 കപ്പ് വെള്ളം മേലെ ഒഴിച്ചതുകൊണ്ട് ഇനി പുറത്തിറങ്ങാൻ യാതൊരു മാർഗ്ഗവുമില്ല. ആ വെള്ളം കൊണ്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി ടാങ്കിൽ നോക്കുന്ന സമയത്ത് അപ്പോഴാണ് വെള്ളം വീണ് തുടങ്ങിയിട്ടുള്ളൂ. സാധാരണയായിട്ട് നമ്മൾ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 45-60 സെക്കൻഡിനുള്ളിൽ തന്നെ വെള്ളം വീണ് തുടങ്ങും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് ഫ്രീ ആയിട്ട് നടന്നു പോവുകയും ചെയ്യും. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ കയറിയത്. പക്ഷേ ഇത്തവണ ചെറുതായിട്ടൊരു മാറ്റം സംഭവിച്ചു. അപ്പോൾ അതിൽ കാര്യം അന്വേഷിച്ച് നോക്കിയപ്പോൾ, കാര്യം കണ്ടുപിടിച്ച് നോക്കുമ്പോൾ ബോർവെല്ലിലെ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ്. ഇത് എൻ്റെ മാത്രം അനുഭവമല്ല, നമ്മളിൽ പലരുടെയും അനുഭവമാണ്. ഇപ്പോൾ വേനൽ കടുത്തതോട് കൂടിയിട്ട് കിണറുകളിലൊക്കെ വറ്റിത്തുടങ്ങി ബോർവെല്ലിലാണെങ്കിലും വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഓരോ തുള്ളിയും സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന് മാർച്ച് 22 ലോക ജലദിനം. പലരും ഈ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ടെങ്കിലും ആഹ്വാനം ചെയ്യാറുണ്ടെങ്കിലും ആരും അതിനെക്കുറിച്ച് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു ടിപ്പ് പറയാറില്ല. അതിനായിട്ട് എൻ്റെ വക ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ പറയാം. സാധാരണയായിട്ട് നമ്മൾ വീട്ടിലാണെങ്കിലും റെസ്റ്റോറൻറ്റിലാണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കാറുണ്ട്. ആ വെള്ളം അധികം പേരും ആ വെള്ളം പൂർണ്ണമായിട്ടും കുടിക്കാറില്ല, കുറച്ച് വെള്ളമെങ്കിലും ബാക്കി വയ്ക്കാറുണ്ട്. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം, ഒരു RO വാട്ടർ പ്യൂരിഫയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്ലാസ് വെള്ളം പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 1.5 മുതൽ 2 ഗ്ലാസ് വെള്ളം വരയ്ക്കും വേസ്റ്റ് പോകാറുണ്ട്. അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ 1/2 ഗ്ലാസ് വെള്ളം പാഴാക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ 1 ഗ്ലാസ് വെള്ളം അപ്പുറത്ത് വേസ്റ്റായിട്ട് പോകുന്നുണ്ട്. ഈ കണക്ക് പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം എത്രത്തോളം വെള്ളമാണ് നമ്മൾ പാഴാക്കി കളയണതെന്നതിൻ്റെ ഒരു കണക്കെടുത്താൽ നമ്മളുടെ കണ്ണ് തള്ളിപ്പോവും. അതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ മാത്രം ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുക, എടുത്ത വെള്ളം പൂർണ്ണമായിട്ടും കുടിക്കുക. ഓരോ തുള്ളിയും സംരക്ഷിക്കാം, അത് പൂർണ്ണമായും നഷ്ടപ്പെടുന്നതിന് മുമ്പ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.